ഓം നമോ ഭഗവതേ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ജൂൺ മാസം 2-ാം തീയതി വ്യാഴം കർക്കിടകം രാശിയിലേക്ക് മാറുന്നു. കൊല്ലവർഷം 1201 ആണ്ട് ഇടവമാസം 18-ാം തീയതി രാത്രി 1:48 AM അങ്ങനെ കർക്കിടകം രാശിയിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ഒരു വർഷമാണ്. അതുമൂലം കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. കർക്കിടകം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും നാശങ്ങളിലും താപങ്ങളിലും വ്യയങ്ങളിലും മനക്ലേശങ്ങളും ശാരീരിക ക്ലേശങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം വന്ന് കഷ്ടത അനുഭവിച്ച ഒരു വർഷമാണ് കടന്നുപോയത്. അതായത് 12-ാം ഭാവത്തിൽ ശോകത്തിൻ്റെയും താപത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ഭാവത്തിലാണ് വ്യാഴം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സ്ഥിതി ചെയ്തത്. അപ്പോൾ ഉണ്ടാകാവുന്ന മനോവിഷമങ്ങളും ശാരീരിക അസ്വസ്ഥതകളും ശത്രുക്കളും എല്ലാം വളരെ കൂടുതലായി. എന്നിരുന്നാലും ഈ വ്യാഴമാറ്റം ജന്മത്തിലേക്ക് മാറുമ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായി ആശ്വാസമായി ദൈവാധീനം പൂർണ്ണമായിട്ട് വർദ്ധിക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാവമായ ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയസ് യശസ് സുഖം ജയോഭവിച്ച സൽസർവം ചിന്തനീയം ലഗ്നത എന്ന പ്രകാരം ആരോഗ്യം സ്ഥിതി മെച്ചപ്പെടും. അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും വർദ്ധിക്കും. നല്ല സുഹൃത്തുക്കളെ കിട്ടും. വിദ്യാ കാര്യത്തിലായാലും തൊഴിൽ കാര്യത്തിലായാലും സമൂഹത്തിലൊരു സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുക. അങ്ങനെ നിൽക്കുന്ന ആ വ്യാഴം പൂർണ്ണമായ ദൃഷ്ടി 5-ാം ഭാവത്തിലേക്കുണ്ട്. 5-ാം ഭാവം എന്ന് പറയുന്നത് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം 5-ാം ഭാവം വൃശ്ചികം രാശിയാണ്. പ്രജ്ഞാപ്രതിഭ മേധ വിവേകശക്തി പുരാതനം പുണ്യം മന്ത്ര മാതൃതഞ്ജ ചിന്തനീയം പഞ്ചമപാത എന്ന പ്രമാണപ്രകാരം പ്രതിഭ പല രീതിയിലും തിളങ്ങി കലാരംഗവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ തൊഴിൽപരമായിട്ട് നിന്നവർ വളരെ അധപ്പതിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒന്ന് മുക്തി നേടി പ്രസിദ്ധിയും ധനവും വന്നു ചേർന്ന് സമൂഹത്തിലും തൊഴിൽ രംഗത്തും മൊത്തത്തിൽ ഒരു അംഗീകാരം വന്നു ചേരുക, സപ്പോർട്ട് കിട്ടുക, അങ്ങനെയൊക്കെ മികവ് പുലർത്തുവാനൊക്കെ സാധിക്കും. മറ്റൊരു ഭാവമാണ് സപ്തമഭാവം. വിവാഹ മദനാലോക ഭാര്യ ഭർത്തൃ സമാഗമ ശയ്യാശ്രീ സദ്ഗമാഷ്ടാർത്ഥ മൈഥുന്യാനമി സപ്തമാത എന്ന പ്രമാണപ്രകാരം 7-ാം ഭാവം ദാമ്പത്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഭാവമാണ് ഈ കർക്കിടകം രാശിക്കാർക്ക്. ആ കർക്കിടകം കർക്കിടകം രാശിക്കാർക്ക് സപ്തമഭാവത്തിലേക്ക്, അതായത് മകരം രാശിയിലേക്ക് പൂർണ്ണമായ ദൃഷ്ടി വ്യാഴത്തിനുള്ളതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ദുഃഖ ദുരിത നാശ ക്ലേശങ്ങളും കഷ്ടതകളും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി സന്തോഷവും ഐശ്വര്യവും വന്നു ചേരുകയാണ്. അതുപോലെ മറ്റൊരു ഭാവമാണ് 9-ാം ഭാവം. ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ആ വ്യാഴഗ്രഹം ദുഃഖഭാവത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ പിന്നെ ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലാത്ത ഒരു വർഷമാണ് കടന്നുപോയത്. എന്നിരുന്നാലും ഈ ഒരു വർഷം ആ ഭാഗ്യഭാവാധിപൻ ആ ലഗ്നരാശിയായ കർക്കിടകം രാശിയിൽ കർക്കിടകക്കൂറിൽ നിൽക്കുമ്പോൾ ഉച്ചനായിട്ടാണ് നിൽക്കുന്നത്. ഉച്ചരാശിയാണ്, ഏറ്റവും ബലമുള്ള രാശിയാണ്. അപ്പോൾ ഇഷ്ടഭാവങ്ങളിലുള്ള മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതിയും കൂടെ വെച്ച് നോക്കുമ്പോൾ എല്ലാ ഭാഗ്യാവസ്ഥകളും വന്നു ചേരും. മനസ്സിനിണങ്ങിയ രീതിയിലുള്ള ഭാഗ്യാവസ്ഥകൾ വന്നു ചേർന്ന് ഉയരുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുവാൻ യോഗമുണ്ട്. തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആ തൊഴിൽ നേട്ടമുണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള തൊഴിലുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ പരാജയപ്പെട്ട് കൂട്ടിക്കെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുനർവിചിന്തനം ചെയ്ത് ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് പുതിയതായിട്ട് ആരംഭിക്കുന്നതിന് ധനം വന്നു ചേരുകയും അതിനുവേണ്ട പ്രോത്സാഹനങ്ങൾ കുടുംബത്തിൽ നിന്നോ സമൂഹത്തിലെ നല്ല ആൾക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ ലഭിക്കുകയോ അത് വിജയപ്രദമായിട്ട് ഉപജീവനമാർഗം തൃപ്തികരമായി കൊണ്ടുപോകുവാൻ ഈ കർക്കിടകം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് കാണും. സാഹിത്യകാരന്മാരായാലും കലാകാരന്മാരായാലും മറ്റ് സൈനിക അർദ്ധസൈനിക വിഭാഗത്തിൽപ്പെട്ടവരായാലും അധ്യാപകർക്കും ഒക്കെ വളരെയധികം നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഈ വ്യാഴം കൊണ്ടെത്തരും.
അതുപോലെ തന്നെ അധിക സാഹസികമായ കാര്യങ്ങളിലൊന്നും ഏർപ്പെടുവാൻ പാടില്ല. ഒരു വർഷമുണ്ട് ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി. അപ്പോൾ പലവിധ നേട്ടങ്ങൾ വന്നു ചേരുന്ന ആ സന്ദർഭത്തിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കൊള്ളുകയറാത്ത ഏർപ്പാടുകളിലൊക്കെ ചെന്ന് പെടാതെ വളരെ ശ്രദ്ധിക്കണം. കരാറുടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നത്, പണം വായ്പ മേടിച്ച് വേറൊരാൾക്ക് വായ്പ കൊടുക്കുക വളരെ അപകടകരമായ കാര്യമാണ്. തരാനുള്ളവർ തന്നില്ല എങ്കിൽ കൊടുക്കാനുള്ളവർ നിർത്തുക. അങ്ങനെ വരുമ്പോൾ മാനാപമാനങ്ങളായി പിന്നെ പ്രശ്നങ്ങളാവും. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടരുത്. ആവശ്യമില്ലാതെ ജാമ്യം നിൽക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ധനം ഇറക്കരുത്. സ്വന്തമായിട്ട് ചെയ്യുക, പ്രവർത്തിക്കുക, വിജയിക്കും. മറ്റ് ശനി ദോഷങ്ങളോ രാഹു ദോഷങ്ങളോ ഒന്നും അധികം ബാധകമായിട്ടുള്ള കാലമല്ല ഈ കർക്കിടകം രാശിക്കാർക്ക്. നല്ല വിജയത്തിലെത്തുകയും നല്ല രീതിയിൽ, പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും തീരുമാനമെടുത്ത് നല്ല തീരുമാനത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ്. വേണ്ട രീതിയിൽ അവസരങ്ങൾ വിനിയോഗിക്കുക. അതായത് പുതിയ സംരംഭങ്ങൾ ആരംഭിച്ച് അത് വിജയപ്രദമാക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ധാരാളം ആൾക്കാരുണ്ട്. അധികം പഠിപ്പില്ലാത്തവരായാൽ തന്നെ ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഓടിക്കുകയോ മറ്റ് ഏതെങ്കിലും തരത്തിലൊരു വാഹനം ഓടിക്കുകയോ സ്വന്തമായിട്ട് വിലക്കെടുത്ത്, അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുക. പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് ITIയിലൊക്കെ പഠിച്ചവരോ മറ്റ് മെക്കാനിക്കൽ സംബന്ധമായിട്ട് ഒരു വർക്ക്ഷോപ്പ് തുടങ്ങുകയോ ഒരു ടൈലറിംഗ് ഷോപ്പ് തുടങ്ങുകയോ, വസ്ത്രനിർമ്മാണം, വ്യാപാരം, വിപണനം, അതുപോലെ തന്നെ മെക്കാനിക്കൽ വിഭാഗങ്ങൾ, വാഹനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായാലും, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങണം, ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിച്ചു, അല്ലെങ്കിൽ ഒരു ഫാഷൻ ഡിസൈനിങ് പോലെയുള്ള എന്തെങ്കിലും ഒരു കട തുടങ്ങുക. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക്, സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ യൗവനയുക്തർക്കോ ഒക്കെ ചെയ്യുവാൻ, ഏറ്റവും ആരംഭിക്കുവാൻ, വിജയത്തിലെത്തിക്കുവാൻ, വിജയം വരിക്കുവാൻ, സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ, കടങ്ങളൊക്കെ വീടുവാനും, നിയമപരമായ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും വന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും ഒക്കെ ഈ ഒരു 2026 വ്യാഴമാറ്റം അവിടെ ആ ഒരു വർഷം നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അതിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക, യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിക്കുക. എല്ലാവിധ ഭാഗ്യങ്ങളും വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട്. താഴെ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. വിവാഹ തടസ്സമോ തൊഴിൽ തടസ്സമോ വിവാഹ പൊരുത്തം നോക്കുന്നതിനോ മറ്റ് സന്താന കാര്യങ്ങളിലെ കാര്യങ്ങൾ നോക്കുന്നതിനോ വിദ്യാതടസ്സ കാര്യങ്ങൾ നോക്കുന്നതിനോ ഒക്കെ അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.